ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഭാഗം വരെയല്ലേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി അതിൻ്റെ ആ ഒരു വീഡിയോൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് 2 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാന്നുള്ളത്. ആ ഒരു വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു കുഞ്ഞ് ചെടിത്തോട്ടം ചട്ടികളിലും ബക്കറ്റിലൊക്കെ ആയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ പ്ലാന്റ്സൊക്കെ നോക്കാറുണ്ട്. എനിക്ക് പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതെൻ്റെ ഒരു പരീക്ഷണമാണ്. പച്ചക്കറി വാങ്ങിക്കുമ്പോൾ നമുക്ക് പുതിനൻ്റെ ഇല കിട്ടുമല്ലോ, അതിൻ്റെ ഇലയൊക്കെ മാറ്റിയെടുത്ത് തണ്ട് മാത്രമായിട്ട് വെള്ളത്തിലേക്ക് വെക്കും. ആ വെള്ളത്തിൽ നിന്ന് അതിൻ്റെ റൂട്ട്സൊക്കെ വരുന്ന സമയത്ത് അത് മണ്ണിലേക്ക് മാറ്റി നട്ടാൽ അടിപൊളി പ്ലാന്റ്സ് കിട്ടും. ഞാൻ കുറേയായി എനിക്ക് ഫ്രഷ് ആയിട്ടുള്ള പുതിനൻ്റെ ഇല, നല്ല തണ്ടുള്ള പുതിനൻ്റെ തണ്ടൊക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. എനിക്ക് സക്സസ്ഫുള്ളി അത് കറക്റ്റായിട്ട് കിട്ടാറുമുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസൊക്കെയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ നെക്സ്റ്റ് വീഡിയോയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇന്ന് എന്തായാലും കുറച്ച് ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് എടുത്തിട്ട് കറിയും വയ്ക്കാം, പിന്നെ നെയ്ച്ചോറും വയ്ക്കാമെന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തേങ്ങ അരച്ച് കറി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ചിക്കൻ കുറുമ ആ ഒരു ലെവലിലേക്ക് വരും. പക്ഷേ ഇത് അത്രയും പെർഫെക്റ്റ് അല്ല. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ എൻ്റേതായിട്ടുള്ളൊരു കറി തേങ്ങ അരച്ചിട്ടൊരു ചെറിയൊരു കുറുമ രീതിയിൽ വെക്കുന്നു എന്നേ ഉള്ളൂ. ഇതിൽ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാൻ ഇതൊന്നും ഇടുന്നില്ല, കറി വേസ്റ്റായി പോവും. ഞാനും മോളും മാത്രമേ ഇത് കഴിക്കുകയുള്ളൂ. ഇക്ക കഴിക്കില്ല. ഇക്ക കഴിക്കുകയാണെങ്കിൽ തന്നെ കറി മാത്രമേ കഴിക്കുകയുള്ളൂ. ചിക്കനോ അതിലെ ഉരുളക്കിഴങ്ങോ ഒന്നും കഴിക്കില്ല. അപ്പോൾ പിന്നെ വെച്ചിട്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് പിന്നെ വെക്കാത്തത്. അപ്പോൾ പൊടികളും വെള്ളവും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്തിട്ട് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. പൊടികളായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇതൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പണികളൊക്കെ ഏകദേശം കിച്ചണിലെ വർക്കൊക്കെ കഴിഞ്ഞു. ചോറും കറിയും മാത്രം വെച്ചാൽ മതി, ബാക്കി ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റൗവിലായിട്ട് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ ഒരു പാത്രത്തിൽ ഡയറക്റ്റായിട്ട് ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഇതിൽ വെക്കാൻ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് ഇതിനെ സ്റ്റൗവിൽ വെച്ച് കേടുവരുത്താനായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നെന്തായാലും ഇതിൽ വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് നെയ്യും ചേർത്ത് കുറച്ച് സ്പൈസസൊക്കെ ചേർത്ത് അതൊന്ന് ചൂടാവാനായിട്ട് വെക്കുന്നുണ്ട്. അത് പൊട്ടി വരുമ്പോൾ കുറച്ച് സബോള ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ നെയ്ച്ചോറിനായതുകൊണ്ട് സബോള നന്നായിട്ട് വഴണ്ട് കിട്ടണമെന്ന് ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ആവശ്യാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നെയ്ച്ചോറ് വെക്കാനിപ്പോൾ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലായിരിക്കും. എന്നാലും ഞാൻ ചെയ്യുന്ന രീതി ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ നമ്മളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് അരി എത്രയാണ് എടുക്കുന്നത് അതിന് ഇരട്ടിയായിട്ടുള്ള അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇപ്പോൾ 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്, അതിന് 6 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വലിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് താളിക്കുന്ന സമയത്ത് ചേർക്കേണ്ട, ഇതുപോലെ വെള്ളത്തിൽ ചേർത്താലാണ് അതിൻ്റെ ഫ്ലേവർ കറക്റ്റായി കിട്ടുക. പിന്നെ ആവശ്യത്തിന് ഉള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ കല്ലുപ്പാണ് യൂസ് ചെയ്യാറ്. പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അതിനിടയിൽ കറിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. മൺചട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ നമുക്ക് ടെൻഷനും ഉണ്ടാവില്ല. അപ്പോൾ കറിയൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരച്ച് വെച്ച തേങ്ങയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായി തിളച്ച് വരട്ടെ, അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഞാനിതെന്താ ചെയ്യുന്നതെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക അല്ലേ. ഞാൻ സാധാരണ ഈ ഒരു പാത്രത്തിലാണ്, ഇത് ഇഡ്ഡലി സ്റ്റീമറാണ്, ഈ ഒരു പാത്രത്തിലാണ് ഞാൻ നെയ്ച്ചോറും ബിരിയാണിയും ഒക്കെ വെക്കാറ്. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് വേറെ പാത്രത്തിൽ വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് ഫ്ലെയിം കൂട്ടി വെച്ച്
അതിൻ്റെ ആ ഒരു പാത്രത്തിൻ്റെ സ്മെല്ല് കേട്ടപ്പോൾ എനിക്കത് വെക്കണ്ടെന്ന് തോന്നി. അപ്പോൾ പിന്നെ വേഗം മാറ്റി ഈ ഒരു പാത്രത്തിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് പാത്രം മാറ്റിയത് കേട്ടോ. അങ്ങനെ അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്ന് കുക്കായി വരട്ടെ. അപ്പോഴേക്കും കറിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം. കറി താളിക്കുന്ന സമയത്ത് ചിലരൊക്കെ ഉലുവ ചേർത്ത് പൊട്ടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഉലുവ ചേർത്ത് പൊട്ടിക്കുന്നതിനോട് താല്പര്യമില്ല. ഞാൻ വലിയ ജീരകം ചേർത്താണ് താളിക്കാറ്. അപ്പോൾ ചെറിയുള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കാറ്. അല്ലാന്നുണ്ടെങ്കിൽ ജീരകം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർക്കുള്ളൂ. പിന്നെ അങ്ങനെ പെട്ടെന്ന് കറിയൊക്കെ താളിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൻ്റെ കമൻസൊക്കെ ഞാൻ കണ്ടു. ഒത്തിരി സന്തോഷം നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിൽ. കമൻറ്റ് കാണുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് റിപ്ലൈ കൊടുക്കാനും നോക്കാറുണ്ട്. എനിക്ക് നിങ്ങളുടെ കമൻസ് എന്ന് പറയുന്നത് ഭയങ്കര പ്രചോദനമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് മാക്സിമം കമൻറ്റ് ഇടണേ എന്നുള്ളത് പറയുന്നത്. ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് കേട്ടോ. അതിലൊത്തിരി സന്തോഷം. 10 പേരാണെങ്കിൽ കൂടി അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ പറഞ്ഞിട്ടോ ആരും കാണുന്നതല്ല, നിങ്ങളായിട്ട് വന്ന് കാണുന്നതല്ലേ. അപ്പോൾ ഒരു 100, 200, 300 എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു സംഖ്യ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഞാൻ കഴിഞ്ഞ മാസം ഒരു വീഡിയോ ഇട്ടതിൽ അതിൽ 2000 സംതിങ് വ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത്രയും വീഡിയോസ് ഇട്ടതിൽ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഇങ്ങനെ 2000 സംതിങ് 2600 സംതിങ് ആയിട്ടുണ്ടാവും ഇപ്പോൾ. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് ആ ഒരു വീഡിയോ. അതിലൊരുപാട് സബ്സ്ക്രൈബേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള വീഡിയോസൊക്കെ ഞാൻ ഇനിയും ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ടും എനിക്ക് കൂടെ ഉണ്ടാവണം. പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്നവരിൽ ഭൂരിഭാഗം പേരും കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ പേരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഉണ്ടെന്നുണ്ടെങ്കിലോ ജസ്റ്റ് അതൊന്ന് കമൻ്റായിട്ട് പറയുക. എനിക്കറിയാനും പിന്നെ എന്നെപ്പോലെ മറ്റുള്ളവർക്കും അത് അറിയാനും അവർക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങളെയും സപ്പോർട്ട് ചെയ്യും. ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ അതൊന്ന് കണ്ടു നോക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ചാനലിൻ്റെ പേരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഉണ്ടെന്നുണ്ടെങ്കിലോ അതൊന്ന് കമൻ്റായിട്ട് പറയുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും സബ്സ്ക്രൈബേഴ്സ് കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. പുതുതായിട്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കിട്ടാൻ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിന് ഒരു ഇമെയിൽ ID ഉണ്ടാവുമല്ലോ. ആ ഒരു ഇമെയിൽ ID വെച്ചിട്ട് തന്നെ മറ്റുള്ള ചാനലിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടല്ല പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്നാലേ നിങ്ങളുടെ ചാനൽ മറ്റുള്ളവർക്ക് ഇഷ്ടമാവുള്ളൂ. നെഗറ്റീവ് പറയുന്നവരെ ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ നല്ല കാര്യങ്ങൾ തന്നെ പറയാനായിട്ട് നോക്കുക. പിന്നെ അവർക്ക് അറിയാത്തതായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്കത് അറിയും എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമൻ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ശ്രദ്ധ നിങ്ങളുടെ കമൻറ്റിലേക്കായിരിക്കും വരിക. ഇപ്പം മിക്ക ആളുകളും കമൻറ്റ് വായിക്കുന്നവരാണ്. അപ്പോൾ കമൻറ്റിലൂടെ നമ്മൾക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ചാനലിൻ്റെ ID കൊണ്ട് തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് നോക്കുക. കമൻസിലൂടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കിട്ടും. എനിക്ക് അനുഭവമുണ്ട്. അതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് ചോദിക്കാതിരിക്കുക. മാക്സിമം അങ്ങനെ ചോദിക്കാതിരിക്കുക. നിങ്ങൾക്ക് അറിയുന്ന അറിവുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കിട്ടും. പിന്നെ പുതിയ ചാനലാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ബിഗിനേഴ്സും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും വരും. അപ്പോൾ അവർക്കും തിരിച്ച് സപ്പോർട്ട് കിട്ടുമല്ലോ എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് തിരിച്ച് നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് കിട്ടുക. പക്ഷേ ഇതിലൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ചാനലിലെ വീഡിയോസ് അവർ റെഗുലറായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ കാണാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് അത് നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യും. നമ്മളുടെ നോട്ടിഫിക്കേഷൻസ് അധികം ആർക്കും യൂട്യൂബ് സജഷൻസ് കൊടുക്കില്ല. അപ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് കിട്ടുമായിരിക്കും. പക്ഷെ നമ്മുടെ വീഡിയോസ് മൂവിങ് അല്ലാതെ ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സാണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ കമൻസിലൂടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കിട്ടും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ടെക്നിക്ക് കൂടി നോക്കുക. പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ മാക്സിമം അവർക്കൊക്കെ ചാനൽ ഉണ്ടോ
നോക്കിയിട്ട് അവരെയും സപ്പോർട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലാവരുടെയും വീഡിയോസ് നമുക്ക് കാണാനായിട്ടുള്ള സമയമില്ല. ഒന്നാമത്തെ നമുക്ക് വീട്ടിൽ ഒരുപാട് ജോലികളുണ്ടാവും. ആ ജോലിൻ്റെ ഇടയിലാണ് വീഡിയോസ് എടുക്കലും വീഡിയോസ് എഡിറ്റിങ്ങും ഒക്കെ. പിന്നെ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള സ്ഥിതിക്ക് എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണല്ലോ. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ മാക്സിമം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് അതിൽ പോയി കമൻറ്റ് ചെയ്യാറും ലൈക്ക് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എൻ്റെ പണികളൊക്കെ എല്ലാം ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇവിടെ മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഒറ്റയ്ക്ക് തന്നെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് മോനും ഒറ്റയ്ക്ക് തന്നെ കഴിക്കുകയാണ്. താത്താൻ്റെ കൂടെ ഇരുന്ന് ഒറ്റയ്ക്ക് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ മോനാണെങ്കിൽ ഇങ്ങനെയുള്ള റൈസ് ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ അതിൽ എരിവുള്ളതല്ലേ, അപ്പോൾ എനിക്കത് കഴിക്കാനും കഴിയില്ല. കഴിക്കണം എന്നൊക്കെ ഉണ്ടാവും, പക്ഷേ എരിഞ്ഞിട്ട് അത് കഴിക്കാനും പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ മിക്കതും നെയ്ച്ചോറിൽ തന്നെയാണ് ഒപ്പിക്കാറ്. അപ്പോൾ അവൻ കഴിച്ച് അവനെ ഉറക്കുകയാണ്. കാലത്ത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ വേഗം അവനെ ഉറക്കിയിട്ടാണ് പിന്നെ ഞാൻ കഴിക്കാനിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിൽ നെയ്ച്ചോറും ചിക്കൻ കുറുമയും കൂട്ടി ഊണ് കഴിക്കട്ടെ. മോളിവിടെ കഴിച്ച് കഴിഞ്ഞിട്ടില്ല. അവൾ ഭയങ്കര സ്ലോ ഈറ്ററാണ്. ഭയങ്കര സ്ലോ ആയിട്ടേ കഴിക്കുകയുള്ളൂ. നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിക്കണം എന്നാണ് അവൾ പറയുക. ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും പറയും. അപ്പോൾ ഞങ്ങൾ TV ഒക്കെ കണ്ട് ഭയങ്കര കാര്യമായിട്ടുള്ള ചർച്ചയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഫുഡ് കഴിക്കുകയാണ്. ഇക്ക വന്നിട്ടില്ല, വരാൻ സമയമാവുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഞങ്ങൾക്ക് വിശന്നപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് കഴിക്കാൻ നോക്കുകയാണ്. TV-യിൽ ഭയങ്കര ചർച്ചയാണ്, ഇതെന്താണ് അതെന്താണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് പറഞ്ഞാൽ അത് കാർട്ടൂണാണ്. ഇതിപ്പോൾ എല്ലാ പേരൻസും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ, മക്കളുടെ കൂടെ ഇരുന്ന് കാർട്ടൂൺ കാണേണ്ട അവസ്ഥയാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാർട്ടൂണാണ്. പക്ഷേ കണ്ട് 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 ഇപ്പോൾ ഞാൻ അതിൻ്റെ ഫാനായി മാറി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോയെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ മക്കൾക്കൊക്കെ അറിയാമായിരിക്കും. ഷിൻചാൻ എന്ന് പറഞ്ഞിട്ടൊരു കാർട്ടൂൺ. എനിക്കത് ആദ്യം കാണുമ്പോൾ ഒന്നും വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല. കാർട്ടൂൺ വയ്ക്കുമ്പോൾ തന്നെ ഞാൻ മാറ്റാനായിരുന്നു പറയുക. ഇപ്പോൾ അത് കണ്ട് കണ്ട് എനിക്കും അത് ഇഷ്ടമായി തുടങ്ങി. ഞാനും ഇപ്പോൾ ഇരുന്ന് കാണും. അപ്പോൾ TV കാണലും ഞങ്ങളുടെ വർത്തമാനം പറയലും അതിനിടയിൽ ഫുഡ് കഴിക്കലും ഒക്കെ ആയിട്ട് ഞങ്ങൾ മോള് പറഞ്ഞ പോലെ തന്നെ ആസ്വദിച്ച് തന്നെ ഫുഡ് കഴിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഞങ്ങളുടേതായിട്ടുള്ളൊരു ലോകമാണ്. അപ്പോൾ ഞങ്ങളവിടെ സോഫയിൽ തന്നെയായിരിക്കും മിക്കതും ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുക. ടേബിൾ ഉണ്ടെന്നുണ്ടെങ്കിലും സോഫയിലിരുന്ന് TV കണ്ട് കഴിക്കുന്നതിൻ്റെ ആ ഒരു ഫീലൊന്നും ടേബിളിലിരുന്ന് കഴിക്കുമ്പോൾ കിട്ടില്ല. അപ്പോൾ ഞങ്ങളവിടെ തകൃതിയായിട്ട് ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലുള്ള വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഒപ്പിച്ചെടുത്ത വീഡിയോ ആണെങ്കിലും നിങ്ങൾക്കത് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും വിട്ടുപോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് ബെല്ലൈക്കൺ ഉണ്ടാവും. അതൊന്ന് ഇനേബിൾ ചെയ്ത് വെച്ചാൽ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.